ഇജ്ജ് നേരം പോലെ കളിക്കാണ്ടാ എന്റെ ടീമാരൊക്കെ നന്നായിട്ട് കളിച്ചിരുന്നേ, അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. കളിയൊക്കെ ഞങ്ങൾ ജയിച്ചുതരാ. 5-ാം തീയതി തിരുവോണ ഈ വീട്ടുകാരെ കൂട്ടി നേരത്തെ വാഴും. 5-ാം തീയതി വരാൻ പറ്റില്ല, നബിദിനാണ്. പള്ളിയിൽ പരിപാടി ഉണ്ടാവും. വരില്ല. പള്ളിയിലെ പരിപാടികൾ ഉണ്ടാവും, വെക്കാൻ പറ്റില്ല. ശരി, ഞാൻ പോവാ. എന്താടാ എന്തിനൊക്കെ അറിയുന്നു? അച്ഛാ, ആശിക്കൊന്നും വരില്ല എത്ര ഓണത്തിന്. അതെന്താണ് അവരെല്ലാ ഓണത്തിനും വരാറുള്ളതല്ലേ? നബിദിന അത്ര എനിക്കറിയില്ലേ, ഞാൻ എന്റെ വാപ്പനൊന്ന് കാണട്ടെ. എന്റെ വീട്ടിലേക്ക് പോയിക്കോ. എന്തറപ്പിക്ക ചെക്കന് ആകെ നിലയുമുള്ളിയാണല്ലോ. അതെന്തേ? ഓണം നബിദിന ഓരോ ദിവസാന്ന് പറഞ്ഞിട്ടേ അവനാകെ കരച്ചിലും നിലയുമുള്ളിയൊക്കെ. പ്രാവശ്യം അങ്ങനെ വന്നിരിക്കണേ. കാര്യപ്പെട്ട ചർച്ചയാണല്ലോ. അതിപ്പോ ഓണം നബിദിനും കൂടി ഒന്നിച്ചു വന്ന കാരനെ. ഓണപ്പോ എല്ലാ ചിങ്ങത്തിലും വരുന്നതല്ലേ, നബിദിനല്ലേ ഇപ്പൊ ഇട കയറിയത് അല്ല പലേട്ടാ? അതിപ്പോ നബിദിന കയറി വെച്ച് ഞങ്ങള് ഞങ്ങളുടെ മാസം നോക്കിയിട്ടില്ല നബിദിന നടത്തുക. അല്ല റഫീഖ? റഫീഖെ, എന്താ ഇവിടെ പ്രശ്നം? അതിപ്പോ ഉസ്താദെ ഓണം നബിദിനും കൂടി ഒന്നിച്ചു വന്നുള്ള സംസാരാണ്. അതിനിപ്പോ എന്താ പ്രശ്നം? അല്ല ഉസ്താദേ, ഓണത്തിന് അവരും ഇങ്ങോട്ടും പെരുന്നാളിന് നമ്മൾ അങ്ങോട്ടും സാധാരണ പോവാറുള്ളതാ. ഇത് രണ്ടും കൂടി ഒരുമിച്ചായപ്പോഴൊരു ബുദ്ധിമുട്ട്. അതിനിപ്പോ നബിദിനം മാറ്റാൻ പറ്റുമോ? അതിനിപ്പോ എന്താ കുഴപ്പം? നമ്മുടെ നബിദിനത്തിന്റെ പരിപാടികളൊക്കെ ഓണത്തിന്റെ പിറ്റേസ്ക്ക് മാറ്റിണ്ടല്ലോ. നിങ്ങൾ കമ്മിറ്റിക്ക് വന്നിട്ടില്ല അല്ലേ? അതെന്തായാലും നന്നായി ഉസ്താദെ, എല്ലാവർക്കും എല്ലാ പരിപാടിയിലും പങ്കെടുക്കാലോ. ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഉത്സവ. ഓണം ആഘോഷിക്കും, നബിദിനം ആഘോഷിക്കും, ക്രിസ്മസ് ആഘോഷിക്കും. അല്ല പിന്നെ ഈ ആഘോഷങ്ങളൊക്കെ നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്. നീ ഓണത്തിന് വീട്ടിലേക്ക് പോയ ആ എന്നെ ഒരു ഉസ്താദെ